ഓക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീറുറ്റ സമര പോരാട്ട ചരിത്രത്തിലെ ഒരു ഉജ്ജ്വല ഏട് നടന്ന ഒരു ഉജ്ജ്വല ഏട് അല്ലെങ്കിൽ ഉജ്ജ്വലമായൊരു സംഭവം നടന്ന ഒരു സ്ഥലത്തിന് മുന്നിലാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, പുന്നപ്ര വലിയ ചുടുകാടിന് മുന്നിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പുന്നപ്രയിൽ നടന്ന ത്യാഗോജ്വലമായിട്ടുള്ള ചെറുത്തുനിൽപ്പിനെ കുറിച്ചും അതിൽ ഉണ്ടായിട്ട് മനുഷ്യർക്കുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിട്ടുള്ള ദുരിതത്തെക്കുറിച്ചും അവർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ സംസാരിക്കാൻ ഞാൻ അശക്തനാണ് സുഹൃത്തുക്കളെ. എനിക്ക് വാക്കുകൾ കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സമര പോരാട്ട ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഞാൻ ഈ വലിയ ചുടുകാടിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും എന്തിനാണ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമാണ്. സുഹൃത്തുക്കളെ, ഈ പുന്നപ്ര ഈ ചുടുകാടിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ ചുടുകാടുമായിട്ടുള്ള ഒരു ബന്ധവും കൂടി നിങ്ങളുടെ അടുത്ത് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്റെ അമ്മയുടെ സഹോദരനായിട്ടുള്ള സഖാവ് CG സദാശിവൻ, അദ്ദേഹം ഈ വയലാർ പുന്നപ്ര സമരത്തിൽ സജീവമായിട്ടുള്ള പങ്കാളിയായിരുന്നു. എന്റെ പുറകിൽ കാണുന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ 5ാമത് എഴുതി വച്ചിരിക്കുന്ന P കൃഷ്ണപിള്ളയൊക്കെ കഴിഞ്ഞ് 5ാമത് എഴുതി വച്ചിരിക്കുന്ന പേര് എന്റെ അമ്മയുടെ സഹോദരൻ CG സദാശിവന്റെ ആണ് എന്നുള്ളതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ സുഹൃത്തുക്കളെ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമര പോരാട്ട ഭൂമികയ്ക്ക് മുന്നിൽ നിന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പാർട്ടിയുടെ ജീർണത ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ പുന്നപ്രയെ കുറിച്ചിട്ട് പറഞ്ഞു, വയലാറിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നു, ആവേശം കൊള്ളുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. P കൃഷ്ണപിള്ള മുതൽ എത്രയോ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കന്മാർ, R സുഗതൻ മുതൽ KR ഗൗരി മുതൽ അങ്ങനെ വന്ന് CK പത്രോസ്, TV തോമസ്, വർഗീസ് വൈദ്യൻ, എന്റെ അമ്മയുടെ സഹോദരൻ CG സദാശിവൻ, അങ്ങനെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത ജില്ലയാണ് സുഹൃത്തുക്കളെ ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയിലെ ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ജീർണതയുടെ പടുകുഴിയിലാണ് ഈ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി കിടക്കുന്നത്. ഈ CG സദാശിവൻ, P കൃഷ്ണപിള്ള മുതൽ CG സദാശിവൻ വരെയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജന്മം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ മഹാനായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദന്റെ ജില്ല. ആ ജില്ലയിലെ ഇന്നത്തെ CPMന്റെ അവസ്ഥ എന്താ? ഇന്ന് ആലപ്പുഴ ജില്ലയിലെ CPMനെ എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കേൾക്കുന്നത്? മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഭൂമി കയ്യേറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിക്രമമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലയിൽ ഈ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഈ പറഞ്ഞ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കന്മാർ ജീവൻ നൽകി വളർത്തിയെടുത്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു സുഹൃത്തുക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ, CG സദാശിവന്റെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള നിലയിൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഞാൻ എന്റെ ജീവിതം പരിപൂർണമായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഈ എന്റെ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മത്സരമെന്ന് പറയുന്നത് തന്നെ ഈ CPMന്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഒരു നിർണായക ഘട്ടമായി ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൗഢോജ്വലമായിട്ടുള്ള ഈ പുന്നപ്ര സമരം നടന്ന ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിൽക്കുന്നത്. എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ എവിടെ നിന്ന് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പന്ഥാവെന്ന് പറയുന്നത് ജീർണിച്ച CPMനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം ഇവിടെ നിന്നല്ലാതെ ആലപ്പുഴ ജില്ലയിൽ ഒന്നുകിൽ പുന്നപ്രയിൽ നിന്നോ അല്ലെങ്കിൽ വയലാറിൽ നിന്നോ അല്ലാതെ എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് തുടങ്ങാൻ കഴിയുക? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KM ഷാജഹാൻ എന്ന ഞാൻ ആലപ്പുഴയുടെ മകനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്റെ അവകാശവാദമായി ഞാൻ എന്റെ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊള്ളാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിന് അടുത്താണ്. ആ രക്തസാക്ഷി മണ്ഡപത്തിൽ എഴുതി വച്ചിരിക്കുന്ന പേരുകളിൽ 5ാം സ്ഥാനക്കാരനായി എഴുതി വച്ചിരിക്കുന്നത് CG സദാശിവന്റെ പേരാണ്. അതായത് P കൃഷ്ണപിള്ളയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 പേര് കഴിയുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത് CG സദാശിവന്റെ പേരാണ്. ആ CG സദാശിവൻ എന്ന് പറയുന്നത് എന്റെ അമ്മ എൽ തങ്കമ്മയുടെ അമ്മ ലക്ഷ്മിയമ്മ. ആ ലക്ഷ്മിയമ്മയുടെ മൂത്ത സഹോദരനാണ് CG സദാശിവൻ. ആ CG സദാശിവന്റെ പേര് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ സുവർണ ലിപികളിൽ എഴുതി വച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതാണ് എന്റെ പാരമ്പര്യം, എന്റെ പൈതൃകം എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അതാണ് ആലപ്പുഴയുമായിട്ടുള്ള എന്റെ ബന്ധം. അതുപോലെ തന്നെ ആലപ്പുഴയുടെ സ്വത്തായി അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വത്തായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന സഖാവ് VS അച്യുതാനന്ദൻ, മഹാനായ VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദന്റെയും ഒരു ദത്തുപുത്രനാണ് ഞാൻ KM ഷാജഹാൻ എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. ആ VS അച്യുതാനന്ദന്റെ കൂടെ 2001 മുതൽ 2006 വരെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള പ്രവർത്തനത്തിൽ ഒരു ചെറിയ പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞു. VS അച്യുതാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഞാൻ എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. VS അച്യുതാനന്ദൻ മുന്നോട്ട് കൊണ്ടുപോയ അതേ വിഷയങ്ങൾ തന്നെ എന്നാൽ കഴിയാവുന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും എന്റെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലും VS അച്യുതാനന്ദന്റെ കൂടെ പ്രവർത്തിച്ച പാരമ്പര്യത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ആണ് ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന KM ഷാജഹാൻ എന്ന് പറയുന്ന ഞാൻ ആലപ്പുഴയുടെ മകനാണ് എന്ന് അവകാശപ്പെടാൻ ധൈര്യപ്പെടുന്നു.